യുവേഫ ചാമ്പ്യൻസ് ലീഗ് റൗണ്ട് ഓഫ് 16-ൽ വമ്പൻ തിരിച്ചുവരവ് ലക്ഷ്യമിട്ടിറങ്ങിയ ചെൽസിക്ക് സ്റ്റാംഫോർഡ് ബ്രിഡ്ജിലും പിഴച്ചു. സ്വന്തം കാണികൾക്ക് മുന്നിൽ പാരീസ് സെന്റ് ജർമ്മൈനോട് പൊരുതാനാകാതെ ചെൽസി കീഴടങ്ങി. ആദ്യപാദത്തിലെ മിന്നുന്ന പ്രകടനം രണ്ടാം പാദത്തിലും ആവർത്തിച്ച PSG എതിരില്ലാത്ത 3 ഗോളുകൾക്ക് വിജയിച്ച് അഗ്രഗേറ്റ് സ്കോറിൽ 8-2 വമ്പൻ വിജയവുമായി ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിച്ചു. ആദ്യപാദത്തിലെ 3 ഗോൾ കടവുമായി ഇറങ്ങിയ ചെൽസിയെ 5-ാം മിനിറ്റിൽ തന്നെ PSG ഞെട്ടിച്ചു. ഗോൾ കീപ്പർ സഫനോവ് നൽകിയ പാസ് സ്വീകരിച്ച് കീച്ച കരസ്കീലിയ അനായാസം ഗോൾ നേടി. ഇതോടെ കളി ആരംഭിച്ച നിമിഷങ്ങൾക്കകം തന്നെ PSG തങ്ങളുടെ ലീഡ് വർദ്ധിപ്പിച്ചു. ചെൽസി പ്രതിരോധത്തിലെയും മധ്യനിരയിലെയും പിഴവുകൾ PSG കൃത്യമായി മുതലെടുത്തു. 14-ാം മിനിറ്റിൽ ആന്ദ്രേ സാന്റോസിന് പന്ത് നഷ്ടമായി മുതലെടുത്ത് അഷ്റഫ് ഹക്കീമി നൽകിയ ക്രോസിൽ നിന്ന് ബ്രാഡ്ലി ബാർക്കോള 2-ാം ഗോൾ നേടി. ലൂയിസ് എൻറിക്കയുടെ ടീമിന്റെ ഹൈ പ്രസിംഗ് ശൈലിക്ക് മുന്നിൽ കോൾ പാൽമർ അടക്കമുള്ള ചെൽസി താരങ്ങൾക്ക് പന്ത് നിയന്ത്രിക്കാൻ പോലും സാധിച്ചില്ല. രണ്ടാം പകുതിയിൽ ഗർണാച്ചോയെയും മിയാൻഡലാപ്പിനെയും ഇറക്കി ചെൽസി പരിശീലകൻ ലിയാം റോസിനിയർ മാറ്റങ്ങൾക്ക് ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. മത്സരത്തിന് വിധി നിർണയിച്ചുകൊണ്ട് യുവതാരം സെന്നി മയിലു ഒരു തകർപ്പൻ ഗോളിലൂടെ PSG-യുടെ 3-ാം ഗോളും നേടി വിജയം പൂർത്തിയാക്കി. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.